ഞാൻ ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട് കസ്റ്റമറോട് ഹാമ്പർ വേണോ. അപ്പോൾ കസ്റ്റമർ പറഞ്ഞ് വേണ്ട, ഹാമ്പർ വേണ്ട, കേക്ക് മാത്രം മതി. അങ്ങനെ ഓക്കെയും പറഞ്ഞ് എനിക്ക് തലേന്നാണ് മെസ്സേജ് വരുന്നത്, ഒന്ന് ഹാമ്പറും കൂടെ സെറ്റ് ചെയ്ത് തരാൻ പറ്റുമോ. അതും തലേന്ന് നൈറ്റ്. മോർണിംഗ് ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. ഇപ്പം എങ്ങനെ ഇരിക്കണ്. പിന്നെ ഞാൻ ആ കസ്റ്റമർ ഞാൻ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ പറ. വേണ്ട വേണ്ട, ഒന്നും വേണ്ട. അപ്പോൾ ആള് നമുക്ക് എത്രയും വേണ്ടപ്പെട്ട ഒരാളാണ്. ഞാൻ മുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മളുടെ ബീറ്റർ നാട്ടിലെത്തിച്ചെന്നൊരു കക്ഷി ഉണ്ടായിരുന്നു. ആളാണ് നമുക്കിത് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത്. ആൾ നാട്ടിലില്ല. സോ ആളെ വൈഫിന് വേണ്ടിയിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ പറ്റത്തില്ല എന്ന് പറയാൻ എനിക്ക് മനസ്സ് വന്നില്ല. അതുകൊണ്ട് ഞാൻ ഒന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ പിറ്റേന്ന് മോർണിംഗ് തന്നെ നമ്മൾ ബാലുശ്ശേരിക്ക് വിട്ടു, സംഭവങ്ങളൊക്കെ ഒന്ന് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനൊന്നാമത് ഹാമ്പറിൻ്റെ മെറ്റീരിയൽസും കാര്യങ്ങളൊന്നും സ്റ്റോക്ക് ചെയ്യാറില്ല. അതൊന്നാമത് എപ്പോഴെങ്കിലുള്ള ഓർഡേഴ്സും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ചെയ്യാൻ ഇഷ്ടമായത് കൊണ്ട് ഞാൻ എടുക്കുന്ന വർക്കാണ്. അങ്ങനെ പിന്നെ ബോയ്സിൻ്റെ സെലക്ഷനും കാര്യങ്ങളൊന്നും അല്ലല്ലോ ഗേൾസിന്. ഐ മീൻ പെട്ടെന്ന് തന്നെ എടുത്ത് വരാമല്ലോ. ഗേൾസ് അങ്ങനെയല്ലല്ലോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. സോ കുറച്ച് മെനക്കെട്ടു ഒന്ന് സെലക്ട് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ എൻ്റെ ലൈക്കിന് നോക്കിയിട്ട് ഞാനൊരു ഡ്രസ്സ് എടുത്തു. അപ്പോൾ എന്തായാലും ഇവർക്കിത് ചേഞ്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടല്ലോ. ബില്ലും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യും. അപ്പോൾ പിന്നെ അവർക്ക് ചേഞ്ച് ചെയ്യാമല്ലോ. അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. അങ്ങനെ ഹാമ്പറിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് നമ്മൾ റിട്ടേൺ വീട്ടിലേക്ക് എത്തി. ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എത്തുമ്പോൾ. പിന്നെ അവർ പറഞ്ഞ ടൈം 6 ആ ഒരു ടൈമായിരുന്നു. അങ്ങനെ വീട്ടിലെത്തി ഫുഡൊക്കെ കഴിഞ്ഞേരം ഞാൻ വേഗം കേക്കൊന്ന് സൈഡാക്കി. കേക്ക് പ്രാവശ്യം ആ ഒരു ഡ്രിപ്പിങ് ഞാൻ അങ്ങനെ ഇല്ലായിരുന്നു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് സംഭവം. പക്ഷെ എന്നാലും ഇത് രസമുണ്ടല്ലേ അല്ലേ. എനിക്കും വലിയ തിരക്കായിട്ടില്ലാന്ന് തോന്നി. അങ്ങനെ കിക്കറ്റായിരുന്നു, ഒരു 1 kg ടോളായിട്ട് ചെയ്തൊരു കേക്കായിരുന്നു കേട്ടോ. കേക്കിൻ്റെ പണി ഏകദേശം ഒന്ന് സൈഡാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ പതിയെ ഹാമ്പറിലേക്ക് നിന്നു. ഹാമ്പർ സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വലിയ എളുപ്പമുള്ള കാര്യം എന്നല്ല കേട്ടോ. ഒട്ടുമിക്ക പേരും അങ്ങനെ ഒരു മൈൻഡിലുള്ളവരാണ്. ഒരു ബോക്സിലേക്ക് എല്ലാ സാധനം എടുത്ത് വെച്ചാൽ പോരെ എന്നുള്ളൊരു മൈൻഡാണ്. പക്ഷേ ഇതങ്ങനെയല്ല, കുറച്ച് മെനക്കെട്ട പണി തന്നെയാണ്. അപ്പം നമ്മൾ ഡ്രസ്സും പിന്നെ കുറച്ച് ചോക്ലേറ്റും പിന്നെ ക്രഞ്ചീസ് ദെൻ ഒരു ഇയറിങ്സ് അതൊക്കെയായിരുന്നു വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾ എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവരെ വിളിക്കുന്നത് പെട്ടെന്ന് എത്തിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ നോക്കുമ്പോൾ എന്താ അടുത്ത ടെസ്റ്റ്, രണ്ടും കൂടെ വണ്ടിയിൽ കൊണ്ടുപോലെ നടക്കില്ല. അങ്ങനെ പിന്നെ രണ്ടും എടുത്ത് നമ്മൾ നടന്ന്, ഇവിടെ എടുത്താണ് കേട്ടോ, കുറച്ചൊന്നും നടക്കാനുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ കാൽനടയായിട്ട് ഡെലിവറി ചെയ്തു. അപ്പോൾ ഇന്നത്തെ കുറച്ച് ടാസ്കൊക്കെ ആയിരുന്നു, എന്നാലും വലിയ കുഴപ്പമില്ലാതെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. വർക്ക് ഇഷ്ടമായാൽ സജഷൻ മെൻഷൻ ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.